അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഫാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5 രൂപയുടെ ബൂസ്റ്റും നേന്ത്രപ്പഴവും വെച്ചിട്ട് നല്ലൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീൽ പാത്രം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാ വശത്തും ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇതുപോലത്തെ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ അലൂമിനിയം പാത്രം എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് എല്ലാ വശത്തും ഒന്ന് തട്ടിക്കൊടുക്കുക. ബാക്കി വന്ന പൊടി ഇതുപോലെ ഒന്ന് തട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന് റെഡിയായി. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയും ഉപയോഗിക്കാം. ഇനി 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത മുട്ട എടുക്കരുത്. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നല്ല മധുരമുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് കൂടുതലും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കേണ്ട, അതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആദ്യം അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഞാൻ ഇതിൽ ഒരല്പം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കുറച്ച് കട്ടിയായിപ്പോയി. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പാൽ കൂടി ചേർത്ത് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 2 തവണ ഒന്ന് നന്നായിട്ടൊന്ന് മുട്ടിക്കൊടുക്കുക. ഈ ചീനച്ചട്ടി 10 മിനിറ്റ് മുമ്പ് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം ഇതിൽ ഇറക്കി വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കണം. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനൊരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് വെന്തിനൊന്നറിയാൻ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റും പഴമൊക്കെ ചേർന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.